Turn our attention to Acts chapter 13. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ We'll read verse 4 and 5. 4-5 വാക്യങ്ങൾ. Could you read it in English? So being sent out by the Holy Spirit, they went down to Seleucia, and from there they sailed to Cyprus. Arriving in Salamis, they proclaimed the word of God in the Jewish synagogue. They also had John as their assistant. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. ദൈവം കർത്താവ് നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Let's thank God for the good words God spoke to us. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ പ്രാർത്ഥനയും അതിനെപ്പറ്റിയുള്ള പ്രാധാന്യത്തെപ്പറ്റി നമ്മളോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. The prayer that we should pray in secret and the reward God gives us, the fruit of the secret prayer. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥന ഇല്ലാത്ത ആരെങ്കിലും ഈ മീറ്റിംഗ് ഇവിടെ ഹാളിൽ അറ്റൻഡ് ചെയ്യുകയോ ലൈവിൽ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ ഇന്ന് പകൽ കേട്ട ആലോചനയ്ക്ക് മുമ്പായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു രഹസ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ കഴിഞ്ഞ 30 മിനിറ്റ് കൂടുതൽ ഇവിടെ കേട്ടതെല്ലാം വെറുതായി പോകും. If anyone listening to me here in the sanctuary or online, if you do not have a secret personal prayer life, then today is the day that you should start it. If not, then the last 30 minutes has been a waste in your life. അവന്റെ ദാസനെ വചനം സംസാരിക്കുവാൻ ദൈവം ശക്തീകരിച്ചല്ലോ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. Let's thank God for enabling the dear man of God to speak. ഞാൻ ദാസന് സമയം കൊടുത്തതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് സാമുദായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരെ ധൈര്യത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. നല്ലൊരു സാക്ഷ്യം തനിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. The man of God has a great testimony from traditional background. He came out and strongly and boldly as a servant, as a follower of Jesus, and he has given him a great testimony. ഞാൻ പല ദേവദാസന്മാരിൽ നിന്ന് അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേവദാസന്മാരോടുള്ള പെരുമാറ്റം വലിയ വലിയ ദേവദാസൻ പലരോട് സംസാരിക്കുമ്പോൾ അതിനൊരു ഇങ്ങനെ പോകുമ്പോൾ അവരൊരു കണക്ഷൻ വന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ല കാര്യങ്ങൾ തന്നെപ്പറ്റി കേൾക്കുവാൻ തൻ്റെ പ്രത്യേകിച്ച് ഒരു മോനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് നല്ലൊരു സാക്ഷ്യവും കർത്താവിന് വേണ്ടി നിൽക്കാൻ ഇത്രത്തോളം ദൈവം കുടുംബത്തെ സഹായിച്ചല്ലോ. അതെല്ലാം ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I have heard from many great men of God about our dear uncle and how he treats the servants of God and how the whole family treats them, and I've heard many good things about the family from many great men of God. കർത്താവ് പിന്നെയും ദീർഘായുസ്സും ആരോഗ്യവും ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും പിന്നെയും ദൈവം ബലപ്പെടുത്തട്ടെ. May God strengthen you, enable you to be a blessing, to enable many in whichever place that He has placed you. പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Let's quickly turn our attention to the verse that we read. This morning I'm going to start a message. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരു സന്ദേശം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. God has been dealing with me and I felt very strongly an urge to share in the church. ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഭയിൽ അത് പറയണമെന്ന് എനിക്ക് നല്ലൊരു നിയോഗമുണ്ടായി. I want to talk about the blueprint for kingdom impact through a church. ഒരു ദൈവരാജ്യത്തെ ഇമ്പാക്ട് ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. And as I said, I'm going to just start and I will stop in the right time, and then we will continue whenever the Lord gives the next opportunity. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സമയമാകുമ്പോൾ തന്നെ നിർത്തും. People on the media table, some of the key points I'm going to tell you, please put it on the screen. I don't have a PowerPoint, but I would like you to print it and type it and show it on the screen. Some of the key things I'm going to tell. ചില മുഖ്യമായ കാര്യങ്ങൾ സ്ക്രീനിൽ അത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Because this is a critical thing. ഇത് വളരെ അത്യാവശ്യം ഗൗരവമുള്ള വിഷയമാണ്. In Acts chapter 2 we see a group of 120 people. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം നാം ഒരു 120 പേരുടെ ഒരു സംഖ്യ കാണുന്നു. They turned into thousands. അത് ആയിരങ്ങളിലെത്തി. And they went all over the world. അത് അവർ ലോകമെമ്പാടും പരന്നു. What started as 120 people in one place now has people around the world worshiping the Lord. 120 പേർ അവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ തുടങ്ങിയത് ആയിരങ്ങളായി ലോകമെമ്പാടും ദൈവത്തെ ആരാധിക്കുന്ന സമൂഹങ്ങളായി മാറി. And God has used many times in history
to use a small group for a big expansion and the explosion of the gospel around the world. ദൈവം ചരിത്രത്തിൽ പലതവണ ഇതുപോലെ തന്നെ ചെറിയ ഒരു കൂട്ടത്തെ ഉപയോഗിച്ച് സുവിശേഷത്തിന് വലിയൊരു വിസ്ഫോടനം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. 120 പേര് 3000 അത് കഴിഞ്ഞ് പിന്നെ 5000 ആയിരങ്ങളായതുപോലെ തന്നെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആൾക്കാരിൽ കൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. And the 120 became 3,000, then 5,000, and many thousands around the world. And just like that in history, God has used small groups of people for the expansion of the Azusa gospel. Street revival, to which most of the Pentecostal movements trace back their history, in 1906, a small group empowered by the Holy Spirit sparked a global Pentecostal movement. Just like what happened in the book of Acts in Jerusalem. ഇന്നത്തെ പല പെന്തക്കോസ്ത് സമൂഹങ്ങളും അവരുടെ പേര് അസൂസ സ്ട്രീറ്റിലേക്ക് പോകുന്നത് പോലെ 1906 ഒരു ചെറിയ കൂട്ടം ആരംഭിച്ചത് അത് ലോകമെമ്പാടും പെരുകി. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2 അത് തന്നെയാണ് നാം കാണുന്നത്. What I want to emphasize this morning, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഊന്നുവാൻ ആഗ്രഹിക്കുന്നത് a building with the best switches, the best electric equipments and the best circuit systems in place. ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ ഏറ്റവും നല്ല പ്ലംബിംഗ് ഉണ്ട്, ഏറ്റവും നല്ല ഇലക്ട്രിക്സ് ഉണ്ട്, എല്ലാം നല്ല സ്വിച്ചുകളുണ്ട്, എല്ലാം നന്നായിരിക്കുന്ന ഒരു കെട്ടിടം. It has most expensive lighting fixtures, the most expensive equipments. Everything is there. ഏറ്റവും വിലയേറിയ ലൈറ്റിംഗ്, ഏറ്റവും വിലയേറിയ എക്യുപ്മെന്റ്സ് എല്ലാം ഉള്ള ഒരു കെട്ടിടം. But there is no electricity. എന്നാൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. Everything is useless. ഒന്നിനും ഗുണമില്ല. People will be still sitting in darkness. ജനം അപ്പോഴും ഇരുട്ടിലായിരിക്കും. It is the same way. അതുപോലെ തന്നെയാണ് ഒരു ദൈവസഭ, a church. എല്ലാ സിസ്റ്റംസും ഉണ്ട്. It has all the systems. എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. It has all the equipments. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ, but if the work of the Holy Spirit is not evident, അതൊന്നും അധികം പ്രയോജനപ്പെടത്തില്ല. and they will not, all the equipments will not be useful. അപ്പോൾ യേശു കർത്താവ് എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? So what did Jesus tell his disciples? You will receive power and you will be my witnesses. നിങ്ങൾ ശക്തി ലഭിച്ച് എൻ്റെ സാക്ഷികളായി തീരും. When you receive power, when Holy Spirit comes, you will receive power. എപ്പോഴാണ് ഈ ശക്തി ധരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. And you will be a witness in Jerusalem, Judea, Samaria and to the ends of the earth. യെരൂശലേമിലും ശമരിയയിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. Dr. Luke was the author of the book of Acts. ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത്. He records what happened in the initial days of the church in a very systematic manner. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ സഭയുടെ ആരംഭ ദിവസങ്ങൾ കാലങ്ങൾ എഴുതിത്താൻ. Dr. Luke also wrote the Gospels. ലൂക്കോസ് സുവിശേഷം എഴുതി. Yeah, he wrote one of the Gospels. So what happened is he gives a very well researched account of what happened. വളരെ പഠിച്ച ക്രമത്തോടെയാണ് യേശുക്രിസ്തുവിന്റെ അനുശേഷം അപ്പോസ്തല പ്രവൃത്തികളും താൻ എഴുതിയത്. But as I was trying to read the book of Acts again recently, ഈ ഇടയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചപ്പോൾ there is a cycle we can trace within the book of Acts. അപ്പോസ്തല പ്രവൃത്തികളിനകത്ത് അതിനകത്തും ഒരു സൈക്കിൾ നമുക്ക് കാണുവാൻ കഴിയും. And that what we see is before a major turning point in the church we see a circle. അവിടെ ഒരു സഭയ്ക്ക് ഒരു വലിയ വ്യത്യാസം, ഒരു വ്യതിചലനം വരുന്നതിന് മുൻപ് ഒരു ആവർത്തനം നാം കാണും. And that cycle repeats within the book of Acts. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ. But when somebody reads the book of Acts, എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ, and if I ask them, okay, what are the patterns you see in the book of Acts, നിങ്ങൾ അതിൽ കാണുന്ന പാറ്റേൺസ് എന്താണെന്ന് ചോദിച്ചാൽ, most probably they will tell 3 things. 3 കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. Number 1, everybody will say proclamation happened. ഒന്നാമതായി പറയും സുവിശേഷ പ്രഘോഷണം നടക്കുന്നു. Number 2, they will say signs and wonders happened. രണ്ടാമത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. Number 3, they will say persecution happened in the church. മൂന്നാമതായി പീഡ സഭയിൽ ഉണ്ടായി. So 3 things happened. 3 കാര്യങ്ങൾ. What is the first thing which happened? ആദ്യത്തേത് എന്താണ്? Proclamation. സുവിശേഷത്തിന്റെ പ്രഘോഷണം. When the verse I picked up today, there are many verses in the book of Acts, but I just picked up for a reason. It says they proclaim the word of God. നാം ആദ്യം വായിച്ച മൂലവാക്യം, എനിക്ക് ഏത് പല വാക്യങ്ങളിലും അതുണ്ട്, എന്നാൽ എഴുതിയ ദൈവവചനം അവർ അറിയിച്ചു. Second is signs and wonders. രണ്ടാമത് അത്ഭുതങ്ങളും അടയാളങ്ങളും. Persecution. മൂന്നാമതായി പീഡ. But as I was trying to study this little bit deeper,
ആഴത്തിൽ അത് പഠിക്കുവാൻ ഞാൻ ശ്രമിച്ചപ്പോൾ, And if you will try to study, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ the text shows that there is more things than the 3 things over there. വചനം കാണിക്കുന്നു ഇതിനേക്കാളും അധികമായി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണുവാൻ There കഴിയും. were 5 patterns, 5 things which was happening, or maybe more than that. ഈ പാറ്റേണിൽ 5ഓ അതിലധികമോ നമുക്ക് കാണുവാൻ And കഴിയും. I'm going to tell you that today morning. അത് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തട്ടെ. And just going to give this a starting. അതൊന്ന് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. Number 1 pattern we see, ഒന്നാമതായിട്ടുള്ള before പാറ്റേൺ, proclamation there is prayer. സുവിശേഷം പ്രസംഗിക്കുന്ന പ്രഘോഷിക്കണത്തിന് മുൻപ് പ്രാർത്ഥനയുണ്ട്. You will see, അത് പിന്നെ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. It's something that is repeated there. ആരംഭം പ്രാർത്ഥനയിലാണ്. The start is in the prayer. After prayer, or when the prayer is going on, പ്രാർത്ഥനയുടെ ഇടയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ, next is not proclamation. അതിന് ഉടനെ തന്നെ അല്ല സുവിശേഷം അറിയിക്കുന്നത് Second പ്രഘോഷണം. thing is filling. രണ്ടാമതായി നിറയുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ജനത്തിന് കൊടുക്കുന്നതായിട്ട് കാണുന്നു. The Lord gives a filling of the Holy Spirit and his people. 3-ാം അധ്യായത്തിൽ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ് 4-ാം അധ്യായത്തിലൊക്കെ കടന്നു വരുമ്പോൾ മേലാൽ യേശുവിന് നാം സംസാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ വാൺ ചെയ്ത് വിട്ടപ്പോൾ അവർ എന്ത് ചെയ്തു? After chapter 3 we read the events there, and in chapter 4 they are warned never to speak the word, the name of the Lord. ഒന്നിലും രണ്ടിലും നടന്നത് കഴിഞ്ഞ് 4ലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And in 2 and 3 the major event, the big events are happening, but in 4 they are gathering together and praying. പ്രാർത്ഥിച്ച ജനം ആത്മാവിനാൽ നിറഞ്ഞു എന്ന് പറയുന്നു. And we read that the people who prayed, they were filled with the Holy Spirit. പെന്തക്കോസ്ത് നാളിൽ മാത്രമല്ല ആത്മാവ് നിറവ് ഉണ്ടായത്, അത് കഴിഞ്ഞും ഈ സഭയ്ക്കകത്ത് ഒരു ആത്മനിറവിന്റെ അനുഭവത്തെ പറ്റി കാണുന്നു. They were all filled with the Holy Spirit എന്നാണ് അവിടെ പറയുന്നത്. It's not just on the day of the Pentecost in chapter 2 that we see the filling of the Holy Spirit. We see that repeated after that. When they prayed, they were filled with the Holy Spirit. But there is one more thing in the middle. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു Still വിഷയം കൂടി ഉണ്ട്. proclamation doesn't come. അപ്പോൾ ആ പ്രഘോഷണം അപ്പോഴും വരുന്നില്ല. What is the next thing? അടുത്തെന്താണ്? Any guess? നിങ്ങൾക്ക് ഊഹിക്കാമോ? Anybody? ആർക്കെങ്കിലും? Huh? What is the next before proclamation? Prayer. We started with prayer. No. Okay. The third thing we see is they got boldness for proclamation. മൂന്നാമത് നാം ആ ഒരു പാറ്റേണിൽ കാണുന്നത് അവർക്ക് ധൈര്യമുണ്ടായി. Who was Peter? ആരായിരുന്നു പത്രോസ്? Who was Peter? ആരായിരുന്നു പത്രോസ്? Jesus had to go and restore him back. യേശു ചെന്ന് യഥാസ്ഥാനപ്പെടുത്തേണ്ടി വന്ന ഒരു വ്യക്തി. And when he was filled with the Holy Spirit, താൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ, he stands in a crowd of thousands. താൻ ആയിരങ്ങളുടെ മുൻപിൽ താൻ നിൽക്കുകയാണ്. And he is proclaiming Jesus as the Messiah, and that message cut people's heart. ഹൃദയത്തെ മുറിക്കുന്ന തലത്തിലുള്ള ആയിരങ്ങളുടെ മുൻപിൽ പത്രോസ് ഈ വിഷയം പറയുകയാണ്, യേശുവാണ് മെശിഹ. So here what happens, they were praying. എന്താണ് സംഭവിക്കുന്നത്? അവർ പ്രാർത്ഥിക്കുന്നു. And when they were praying, what happened? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? When they had prayed, the place where they were assembled was shaken, and they were all filled with the Holy Spirit and began to speak the word of God boldly. അവർ ഇരുന്ന സ്ഥലം അത് കുലുങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ സുവിശേഷം അവർക്ക് നൽകിയ വാക്കുകൾ ധൈര്യത്തോടെ അവർ പറഞ്ഞു. So third aspect is boldness. മൂന്നാമതായിട്ടുള്ള കാര്യമാണ് ധൈര്യം. Fourth is the proclamation of the word of God. നാലാമത്തേതാണ് സുവിശേഷ പ്രഘോഷണം. Fifth or the next is signs and wonders happens. അഞ്ചാമത്തേത് അത്ഭുതങ്ങളും അടയാളങ്ങളും. And when that happens, അത് സംഭവിക്കുമ്പോൾ what is the next thing? അടുത്തെന്താണ്? Next is the opposition they face. അപ്പോഴാണ് അവർക്ക് എതിർപ്പ് വരുന്നത്. And then what happens? അതിനുശേഷം The cycle repeats. അത് വീണ്ടും ആവർത്തിക്കും. When persecution, opposition come, they go back to prayer. പീഡയും എതിർപ്പും വരുമ്പോൾ അവർ വീണ്ടും പ്രാർത്ഥനയിലേക്ക് തിരിച്ചു മടങ്ങി വരും. And we can trace it through the book of Acts. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ ഈ ആവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. But there is also a cycle before signs and wonders happens. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മുൻപ് ചില കാര്യങ്ങളുണ്ട്, ഒരു ക്രമമുണ്ട്. I will not talk about that today because we don't have time. ഇന്ന് അതിനുവേണ്ടി സമയമില്ലല്ലോ. But I want to emphasize one aspect today before we pray and conclude this service this morning. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. Okay, the proclamation is very critical. ശരിയാണ്, സുവിശേഷ പ്രഘോഷണം വളരെ അത്യാവശ്യമാണ്. And sometimes we start by saying proclaim the gospel, proclaim the gospel, proclaim the gospel. നാം ആവർത്തിച്ച് പറയുന്നതാണ് സുവിശേഷം പറയണം, സുവിശേഷം പറയണം, സുവിശേഷം നാം പ്രഘോഷിക്കണം. But before that,
we need what? We need boldness to proclaim. എന്നാൽ അതിനു മുൻപ് നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് ധൈര്യം വേണം. For boldness to come in our life, നമുക്ക് ധൈര്യം we ആവശ്യമാണെങ്കിൽ need a filling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വേണം. Before we have the filling of the Holy Spirit, പരിശുദ്ധാത്മാവ് നിറയുന്നതിന് മുൻപ് there needs to be a movement which starts in prayer. ഒരു പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചലനം വേണം. And we heard about the secret prayer. നാം ഇന്ന് കേട്ടല്ലോ രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ച്. And I want to connect that and say like this. അതിനോട് ഞാൻ ചേർത്ത് ഞാൻ പറയട്ടെ. When a church starts praying, ഒരു സഭ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ church will be filled with the Holy Spirit. സഭ പരിശുദ്ധാത്മാവിനാൽ When നിറയും. a church is filled with the Holy Spirit, സഭ പരിശുദ്ധാത്മാവിനാൽ the നിറയുമ്പോൾ church will be bold to proclaim the gospel. സുവിശേഷം പ്രഘോഷിക്കാനുള്ള ധൈര്യം When ഉണ്ടാകും. there will be boldness to proclaim the gospel, ധൈര്യത്തോടെ സുവിശേഷം they പ്രഘോഷിക്കുമ്പോൾ will proclaim and God will confirm His word with signs and wonders. ദൈവം അവിടെ പ്രവർത്തിക്കും. ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും When സ്ഥാപിക്കും. proclamation happens, signs and wonders happen, what happens? സുവിശേഷം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? People will be set free from darkness to come to the light. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനം വിടുവിക്കപ്പെടും. ബന്ധനത്തിൽ കിടക്കുന്ന ബദ്ധന്മാർ വിടുതൽ പ്രാപിച്ച് അവർ പുറത്തു വരാൻ തുടങ്ങും. The captives who are in the bondages, they will be delivered. വർഷങ്ങളായിട്ട് പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞ് ജനം സുവിശേഷത്തിന്റെ ശക്തി മനസ്സിലാക്കി ദൈവഭാഗത്തേക്ക് കടന്നു വരാൻ തുടങ്ങും. The people who are captives in the darkness by the demonic powers, they will be released, they will be delivered into the light of the അതൊരു Holy. exciting time ആണ്. That is a very exciting പക്ഷേ time. അടുത്തത് എന്താ വരാൻ പോകുന്നതെന്ന് അറിയാമോ? What happens next? പീഡനവും പ്രതികൂലവും അതിന്റെ പുറകെ വരും. The oppression, the persecution follows. അപ്പൊ പീഡനവും പ്രതികൂലം വരുമ്പോൾ സഭ എന്താ ചെയ്യുന്നത്? When the persecution comes, what the സഭ church should പിന്നെ do? പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. The church goes back into prayer. എന്താണ് പരസ്യമായി വിടുതലുകളും പരസ്യമായി ദൈവപ്രവൃത്തി നടക്കാത്തെന്ന് ചോദിച്ചാൽ രഹസ്യമായി ഒരു പ്രാർത്ഥനയുടെ കുറവുണ്ട്. Why is the public signs and wonders not happening today? Is because there is a lack of secret prayer. എന്തുകൊണ്ടാണ് ധൈര്യമില്ലാതിരിക്കുന്നത്? Why is there no boldness? എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റാത്തത്? വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഉള്ളത് തരാം, അല്ലെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾക്ക് ധൈര്യം പലപ്പോഴും ഇല്ലാതെ പോകുന്നു. Why are we not able to say boldly, silver and gold I do not have, but in the name of the Jesus of Nazareth stand up and walk? Why are we not able to say that? ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വിദൂരമല്ല. I believe that the time is not far that such days will പക്ഷേ happen. അതിനെന്ത് ചെയ്യണം നമ്മൾ? But what should we do? We need to be ready for proclamation, but before proclamation we need to have the boldness. സുവിശേഷം പറയുവാൻ വേണ്ടി നാം ഒരുങ്ങണം. അതിനുവേണ്ടി ധൈര്യപ്പെടണം. പ്രാർത്ഥിക്കാൻ ബോൾനെസ് വേണം, ധൈര്യം വേണം. We should have the boldness to pray. കൽപ്പിക്കാൻ ധൈര്യം വേണം. We should have the boldness to order. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. Many times we are not able to command in the name of Jesus. കാരണം നമ്മുടെ അകത്ത് ധൈര്യം പലപ്പോഴും ഇല്ല. Because we are not bold. ഈ ധൈര്യം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു മാർഗവുമില്ല. How will we strengthen it? There is no other answer. 10 സെമിനാറും 20 കോൺഫറൻസും അറ്റൻഡ് ചെയ്താൽ ഈ ധൈര്യം വരത്തില്ല. ഈ ധൈര്യം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ അകത്ത് വേണം. You could attend many conferences or seminars, it will not bring the boldness, but you should have the infilling of the Holy Spirit. കോൺഫറൻസും സെമിനാറും വേണം, വചനം കേൾക്കണം. പക്ഷെ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അത്യുന്നത ശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ അവിടെയാണ് ഒരു ചലനം ആരംഭിക്കുന്നത്. Conferences or seminars are required, indeed they are required. We have to listen to the word of God, but once we submit ourselves to the word of God and submit and pray in His presence, that's when the infilling happens. അപ്പോൾ ആ നിറവിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? What is the first step for the infilling of the Holy Spirit? ആദ്യം എവിടുന്നാ തുടങ്ങേണ്ടത്? Where should we start? പ്രാർത്ഥന. Prayer. ഇന്ന് സഭയിൽ ഏറ്റവും കുറവുള്ളത് എന്താണ്? What is the one thing which is most lacking in churches? എന്താണ് ഏറ്റവും കുറവുള്ളത്? What is the one thing which is most lacking? ഏറ്റവും കുറഞ്ഞ ആൾക്കാർ കൂടുന്ന പ്രാർത്ഥന മീറ്റിംഗ് ഏതാണ്? What is the meeting where least number of people gather? ഏറ്റവും കുറവ് ആൾക്കാർ കൂടുന്ന മീറ്റിംഗ് ഏതാണ്? What is the meeting which least number of people gather? ഹല്ലേലൂയ. നിങ്ങൾക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. If you do not know, I will tell. ഏറ്റവും കുറവുള്ളത് പ്രാർത്ഥനയ്ക്കാണ്. It is for prayer.
ഏറ്റവും കൂടുതൽ ശത്രു തടസ്സങ്ങൾ ഇടുന്നത് ഏതിനാണെന്നറിയാമോ? The one meeting where മീറ്റിംഗ് അല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ. the one thing on Satan puts most obstruction, what is that? പ്രാർത്ഥനയ്ക്ക്. It is for prayer. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കോ നമ്മുടെ ജീവിതത്തിലെ സഭയിലൊക്കെ ഒരു മുന്നേറ്റം, ഒരു ബ്രേക്ക് ത്രൂ കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? Why are churches not able to advance, not seeing a breakthrough? ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ ഇന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് സർവീസിൽ കേട്ട പോലെ തന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ സഭയെ വെച്ചിരിക്കുന്നത്. Our Lord, he chose and he put the church there to reveal his glory. ഹല്ലേലൂയ. നിങ്ങളിൽ കുഞ്ഞു യങ്സ്റ്റേഴ്സ് ലിസൺ ടു മീ. ചെറുപ്പക്കാരെന്നോട് കേൾക്കണമേ. You feel like the VBS was good. VBS നന്നായിരുന്നു എന്ന് ചിന്തിച്ചാൽ, you put all efforts, നിങ്ങൾ നന്നായിട്ട് പ്രയത്നിച്ചു, and you put all the hard work, നിങ്ങൾ വളരെയധികം അധ്വാനിച്ചു, you did a lot of good things, നല്ല കാര്യങ്ങൾ ചെയ്തു. But I want to tell you there is something else. എന്നാൽ ഞാൻ പറയട്ടെ, അതിനോട് കൂടെ you took the initiative to start a regular prayer every day for I think 30 minutes or so, and I believe that was very much instrumental in anything, which have happened in a positive way. നിങ്ങൾ ഒരു 20-30 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം ചെലവഴിച്ചു. അതായിരുന്നു ഏറ്റവും അധികം ഇതിനെ ഇമ്പാക്ട് ചെയ്തതിനു വേണ്ടി ഗുണമായി തീർന്നത് ഞാൻ വിശ്വസിക്കുന്നു. Because prayer changes. കാരണം പ്രാർത്ഥന മാറ്റിമറിക്കും. Prayer gives you victory. പ്രാർത്ഥന നിങ്ങൾക്ക് ജയം നൽകും. If you have victory in the secret places by prayer, you will have public victories displayed to you in open. രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങൾ കൈവരിക്കുമ്പോൾ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. If you don't get victory in your secret places, don't expect lot of public victories to come into your life. രഹസ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പരസ്യമായി നിങ്ങൾ ജയിക്കുമെന്ന് കരുതരുത്. Because if you don't have victory in private moments, in prayer, നിങ്ങളുടെ രഹസ്യമായ നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ജയം ലഭിച്ചില്ല എങ്കിൽ, victory is not won on the ground, victory must be won before the battle. പുറമേ അല്ല ജയം കൈവരിക്കുന്നത്, ആ ജയം കൈവരിക്കുന്നത് അതിന് മുൻപുള്ള യുദ്ധത്തിലാണ്. വലിയ വിജയങ്ങൾ, വലിയ ആത്മീക യുദ്ധത്തിന്റെ വിജയങ്ങൾ അത് ഒരുപക്ഷെ നമുക്ക് തോന്നും സ്റ്റേജിലല്ല നടക്കുന്നതെന്ന്. ചരിത്രം വായിച്ചു നോക്കിക്കോ, സ്റ്റേജിൽ നടക്കുന്ന സകല വിജയത്തിൻ്റെ പിന്നിൽ നാളുകളുടെ പ്രാർത്ഥനയും ആത്മമണ്ഡലത്തിലെ വിജയവുമാണ് ഒരു ദിവസം അത് പബ്ലിക്കലി ഡിസ്പ്ലേ ആയി കാണുന്നത്. The great victories that you see publicly, the great spiritual victories that you see outside, if you look at history you will understand that it's not done then and there, but there's a backing of prayer. ഉണർവ് വരുത്തിയ അല്ലെങ്കിൽ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർ ചിലരെ ചരിത്രം വായിക്കുമ്പോൾ അവരൊരു സിറ്റിയിൽ പോയി ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ചിലരവിടെ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ സ്ഥലം ഒരുക്കി ടൈം ആകുമ്പോൾ ദേവദാസം എന്ന് പ്രസംഗിക്കുന്നു, വൻ കാര്യങ്ങൾ നടക്കുന്നു. എല്ലാവരും വിചാരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മേലുള്ള എന്തോ കഴിവാണെന്ന്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. When you go through history about great moments of revival, we see that there is a great preacher coming and then there is a great revival after a meeting, but understand that many months ago, sometimes years ago, there has been a great movement of prayer. ഒന്നും കൂടെ പറയുന്നു, പ്രാർത്ഥന വഴികൾ തുറക്കും. Prayer will open doors. It will open doors which you don't expect. നാം ചിന്തിക്കാത്ത വാതിലുകൾ വഴികളും പ്രാർത്ഥന തുറക്കും. Kids, I want to give you one testimony and then we are going to pray. We are not going to sing in the end, but we are going to pray in the end. കുഞ്ഞുങ്ങളെ, ഞാൻ ഒരു ഉദാഹരണം, ഒരു അനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. This is a very simple example. ഒരു എളുപ്പമുള്ള ഒരു ഉദാഹരണമാണ്. God taught me one thing very early in my life. എൻ്റെ ജീവിതത്തിൽ many times he taught me what first instance. പല കാര്യങ്ങളും പല സമയങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം പഠിപ്പിച്ച ഒരു പാഠം. Listen very carefully. ശ്രദ്ധയോടെ കേൾക്കണം. When I was very new in faith, when I was very young, still in school. വിശ്വാസത്തിൽ ഞാൻ not even in college yet. കോളേജിൽ പോലും ആകുന്നതിന് മുൻപ് വിശ്വാസത്തിൽ വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് we kids got together and we decided to do a mini convention or a crusade in a slum area. Only one day. ചില കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു കൂടി ഒരു സ്ലം ഏരിയയിൽ ഒരു ചെറിയ ക്രൂസൈഡ്, ഒറ്റ ദിവസത്തെ ഒരു കൺവെൻഷൻ, ഒരു ക്രൂസൈഡ് നടത്തുവാൻ ആഗ്രഹിച്ചു. At that time estimate was 1200 rupees. അന്ന് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ടത് 1200 രൂപയാണ്. Now a VBS happened. ഇപ്പോൾ ഒരു VBS നടന്നു.
Nobody knows what was spent. എത്ര ചെലവാക്കിയെന്ന് ഇതുവരെ Thank God for all God's provisions. ദൈവം നൽകിയതിനെല്ലാത്തിനും സ്തോത്രം ചെയ്യാം. That time 1200 rupees is like a mountain to me. I am the one main organizing person. ഞാനാണ് ഇതിനെ എല്ലാം മെയിൻ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന വ്യക്തി. അന്ന് 1200 രൂപ എന്ന് പറഞ്ഞ വലിയ പർവ്വതമാണ് എൻ്റെ മുൻപിൽ. Thank God for our church members who don't oppose kids and young people's ideas. ചെറുപ്പക്കാരുടെ ഐഡിയകളെ അതിനെ എതിർത്ത് നിൽക്കാതെ നമ്മുടെ നല്ലൊരു സഭയുള്ളത് ഞാൻ സ്തുതിക്കുന്നു. But I face some problems. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. Some people told, why are these kids planning on doing something which is, not needed, it's not necessary. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഒരുങ്ങുന്നത് എന്തിനെന്നുള്ള ചോദ്യം വരെ ഉണ്ടായി. So everything is arranged. I went to the tent wala and all told everybody everything should be ready. അന്ന് അറേഞ്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ടെൻഡ് ചെയ്തു, അത് ചെയ്തു, എല്ലാം ശരിയാക്കുവാൻ നാം തീരുമാനിച്ചു. My expectation is this meeting is going to happen on a Friday. My expectation is Sunday many people from the church are going to come and give me 100 rupees, 50 rupees telling me that Mone, you are doing a good job, so take the money. എൻ്റെ പ്രതീക്ഷ ഇതാണ്, വെള്ളിയാഴ്ചയാണ് ഈ കൺവെൻഷൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ചയാകുമ്പോൾ സഭയിലെ വിശ്വാസികളെല്ലാം കൂടി വന്ന് 100-50 രൂപയൊക്കെ തന്ന് കുഞ്ഞെ നീ നല്ല പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. You know what happened after the Sunday service? സഭായോഗം കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്നറിയാമോ? I was looking around people. ഞാൻ പ്രതീക്ഷയോടെ ആൾക്കാരെ നോക്കുകയാണ്. Not even a single rupee came. Nobody gave me even 1 rupee. 1 രൂപ പോലും എനിക്ക് കിട്ടിയില്ല അന്ന്. I thought, what am I going to do? ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യും? 1200 rupees is needed. 1200 രൂപയുടെ ആവശ്യമുണ്ട്. Great expectation. We are few young people who are trying to do this. വലിയ പ്രതീക്ഷയോടെ ചില ചെറുപ്പക്കാർ. So I had a kids committee. ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടി വന്നു. Because we have to tell the next generation what God has done. ദൈവം എന്തിനു പറയുന്നു വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നാം അറിയിക്കണം. Okay. What did I do? എന്ത് ഞാൻ ചെയ്തു? No clue what to do. ഒരു നിശ്ചയമില്ല. No connection. വിളിക്കുവാൻ ആരും, അന്വേഷിക്കുവാൻ ആരുമില്ല. Remember, I am a student. My wallet I maybe have 1 or 2 rupees. ഞാൻ വിദ്യാർത്ഥിയാണ്. അന്ന് എൻ്റെ പോക്കറ്റിൽ 1-2 രൂപ കാണും. I don't have anybody to go and ask. ചോദിക്കുവാൻ ആരുമില്ല. What will I do? ഞാൻ എന്ത് ചെയ്യും? I called all my committee people. All are kids. All kids younger than me also. ആ കമ്മിറ്റിയിലുള്ളവർ വിളിച്ചു, എന്നെക്കാളും ചെറുപ്പക്കാരായിട്ടുള്ളവർ. I called them. അവരെ ഞാൻ വിളിച്ചു. I said, from tomorrow, നാളെ മുതൽ evening, വൈകുന്നേരം, at this point I think it was 7 p.m. ഞാൻ ഓർക്കുന്നു 7 മണിയെന്ന് ഞാൻ. We are going to come into the church. നാം സഭയിൽ വരും. We are going to pray 1 hour. നാം 1 മണിക്കൂർ പ്രാർത്ഥിക്കും. Because if God doesn't do something Friday, I don't know what we are going to do. ദൈവം ഈ വെള്ളിയാഴ്ചയ്ക്കകം എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. No, what we will do, we don't know. നാം എന്ത് ചെയ്യും നമുക്കൊരു നിശ്ചയമില്ല. We started praying. പ്രാർത്ഥിച്ചു തുടങ്ങി. Day 1. ഒന്നാം ദിവസം. Day 2. രണ്ടാം ദിവസം. I may not be accurate in my telling, but I want to tell you. കൃത്യമായിട്ടാണോ ഞാൻ ഇത് ഓർത്തെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല ഓർമ്മിപ്പിക്കട്ടെ. Day 2. രണ്ടാം ദിവസം 100 rupees. 100 രൂപ. Day 3. മൂന്നാം ദിവസം another 50 or 100 rupees. ഒരു 50-100 രൂപ. But what happened is towards the end, we will pray and then I will go with the megaphone to announce that a meeting is happening. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രാർത്ഥന കഴിഞ്ഞ ഒരു It was happened on a Saturday. The meeting was on a Saturday. Okay. ശനിയാഴ്ചയായിരുന്നു പ്രാർത്ഥന. ആ ഒരു മീറ്റിംഗ്. ഈ വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് മെഗാഫോൺ എടുത്ത് ഇത് അനൗൺസ് ചെയ്യാൻ പോകുമായിരുന്നു. I want to tell you, on Saturday, by Saturday, ശനിയാഴ്ചയായപ്പോൾ, by the end, ശനിയാഴ്ച I think we got 1400 rupees. ഞങ്ങൾക്ക് 1400 രൂപ ലഭിച്ചു. 1200 was my need. 1200 ആയിരുന്നു ആവശ്യം. Not my need, our need. എൻ്റെ ആവശ്യമല്ല, ഞങ്ങളുടെ ആവശ്യം. 1400 we got. 1400 ലഭിച്ചു. And one more thing I got. ഒന്നുകൂടെ എനിക്ക് ലഭിച്ചു. Many people got saved. പലരും അവിടെ രക്ഷിക്കപ്പെട്ടു. One person who was brought and put in front of the stage, he was almost going to die, got a touch from God that night. മരിക്കുവാൻ മരണത്തിന്റെ അറ്റം വരെ എത്തിയിരുന്ന ഒരു വ്യക്തിയെ സ്റ്റേജിന് അടുക്കൽ കൊണ്ടുവന്ന് ദൈവം ആ വ്യക്തിയെ തൊട്ടു. That time Pastor Satish Kumar, who is the Metro Church Dallas pastor now, he was my pastor. He is the one who preached that night. ഡാലസിലെ മെട്രോ ചർച്ചിലെ പാസ്റ്ററായ സതീഷ് കുമാർ ആയിരുന്നു എൻ്റെ പാസ്റ്റർ. അന്ന് അദ്ദേഹമാണ് പ്രസംഗിച്ചത്. And I was leading the meeting. ആ മീറ്റിംഗ് ഞാനാണ് ലീഡ് ചെയ്തത്. Because our kids were doing this. കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഒന്നിച്ചായിരുന്നു ഇത് നടത്തിയത്. And you know what happened that night? God touched that guy who was brought and put in front of the stage. അവിടെ ആ സ്റ്റേജിന് മുൻപിൽ കൊണ്ട് വെച്ച ആ വ്യക്തിയെ he went back home limping. താൻ മുടങ്ങിയാണ് നടന്നു പോയത്. 3-4
weeks, മൂന്നാല് 3-4 ആഴ്ച weeks, he was completely healed. താൻ പൂർണ്ണമായി താൻ സൗഖ്യം പ്രാപിച്ചു. The family told he was taken to many places. ആ കുടുംബം പറഞ്ഞു തന്നെ അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയിരുന്നു. Many temples. പല അമ്പലങ്ങളിൽ. Everybody told he's going to die. എല്ലാവരും പറഞ്ഞു താൻ മരിക്കുവാൻ പോകുന്നു. Told he was going to die. ശാസ്ത്രം പറഞ്ഞു താൻ മരിക്കുവാൻ പോകുന്നു. But they heard that in Ramlila Maidan there is going to be a meeting and sick will be prayed for. രാംലീല മൈതാനത്തിൽ ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കേട്ടപ്പോൾ they thought, okay, let's take and put him there, maybe somebody, but God will heal him. അവർ വിചാരിച്ചു അവിടെ തന്നെ കൊണ്ടിടാം, അവിടെ എന്തെങ്കിലും ആവട്ടെ, ദൈവം അവനെ തന്നെ സൗഖ്യമാക്കുമായിരിക്കും. Jesus touched that man. യേശു അന്ന് തൊട്ടു. And I want to tell you one more thing. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. Jesus not only touched that man, യേശു തന്നെ മാത്രമല്ല തൊട്ടത്. Today is a pastor. ഇന്ന് താൻ ഒരു പാസ്റ്ററാണ്. And today is a pastor and he ministers to many people. He has brought many people to faith and he comes from a Uttar Pradesh background, but God used him to bring many to Jesus. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. താൻ അനേകരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു ദൗത്യം താൻ ദൈവം കൊടുത്തു. താൻ ഒരു പാസ്റ്ററായി നിൽക്കുന്നു. Why I told you this story before I conclude? ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഈ കഥ പറഞ്ഞു? We had a VBS here. നമുക്കൊരു VBS ഉണ്ടായി. Nobody thought about the money. ആരും പണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. We had the money. I don't know. I didn't even ask what is the expenses. എത്രയായെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചില്ല. നമുക്ക് പണം ഉണ്ടായിരുന്നു. But എന്നാൽ when we didn't have money, നമുക്ക് പണമില്ലായിരുന്ന കാലത്ത്, when we sought the face of the Lord, ദൈവത്തിന്റെ മുഖം നാം അന്വേഷിച്ചപ്പോൾ God did miracles. ദൈവം അത്ഭുതം ചെയ്തു. Now we have money. നമുക്കിന്ന് പണമുണ്ട്. We have resources. നമുക്ക് എല്ലാ റിസോഴ്സസും ഉണ്ട്. Did that make us slack in the presence of the Lord? ദൈവ സന്നിധിയിൽ നമ്മെ ഉഴപ്പന്മാരാക്കിയോ? Or did it give us more strength to move forward because God has already provided for us everything? അധികമായി ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് അത് ദൈവം തന്നതിനെ ഓർത്ത് നമുക്ക് ധൈര്യം നൽകിയോ? 2 weeks ago we had convention. 2 ആഴ്ചയ്ക്ക് മുൻപ് നമുക്ക് കൺവെൻഷൻ I don't ഉണ്ടായിരുന്നു. think anybody knows how much expenses we incurred. എത്ര പണം ചെലവായെന്ന് ഇതുവരെ എല്ലാവർക്കും I'm not അറിയാൻ standing here സാധിക്കില്ല. for fundraising. ഞാൻ ഒരു ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചല്ല ഇവിടെ But I പറയുന്നത്. want you to remember, ഞാൻ നിങ്ങൾ ഓർക്കണം, from nothing, ഒന്നുമില്ലായ്മയിൽ when we sought out the face of the Lord, ദൈവത്തിന്റെ മുഖം നാം if God അന്വേഷിച്ചപ്പോൾ did miracles, അന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. today also He is able to do miracles. ഇന്നും ദൈവത്തിന് അത്ഭുതം Can പ്രവർത്തിക്കുവാൻ we stand കഴിയും. upon our feet? നമുക്ക് നമ്മുടെ കാലുകൾ എഴുന്നേറ്റ് നിൽക്കാം. Can we stand upon our feet this നമുക്ക് morning? എഴുന്നേറ്റ് നിൽക്കാം ഇന്ന് Can we പ്രഭാതത്തിൽ. say to the Lord, കർത്താവേ, Lord, thank you for all your provisions. അങ്ങ് തന്ന എല്ലാത്തിനുമായി നന്ദി. കർത്താവേ, എല്ലാ പ്രൊവിഷൻസിനായി നന്ദി പറയുന്നു. Lord, thank you for all the provisions that you have കർത്താവേ, given ഞങ്ങളെ us. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. Lord, help us to pray. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു നിറവ് ദൈവം നൽകണമേ. Lord, when we pray, fill us, Lord. കർത്താവേ, ആ നിറവിനാൽ ഞങ്ങൾ ശക്തിപ്പെടട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യം കടന്നു വരട്ടെ കർത്താവേ. Lord, strengthen us, embolden us, Lord, through that filling. ഞങ്ങൾ അതുകൊണ്ട് പ്രൊക്ലമേഷൻ ചെയ്യുവാൻ, പ്രസംഗിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണേ. Lord, help us to proclaim the gospel through കർത്താവേ, that. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉറപ്പിക്കണമേ കർത്താവേ. Lord, when we speak, Lord, confirm it through your signs and wonders. ഹല്ലേലൂയ, അങ്ങനെ അനേകർ കർത്താവിലേക്ക് വരട്ടെ. Lord, many shall come to your presence. Hallelujah. Amen. Today why I shared the story is for one reason, children. ഈ കഥ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയാം കുഞ്ഞുങ്ങളെ? When you are faced with the problems like mountains, ഒരു പർവ്വതം പോലുള്ള പ്രശ്നം നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, your problem may not be getting the money for the convention. നിങ്ങളുടെ പ്രശ്നം ഒരു കൺവെൻഷന് വേണ്ടി പണം Your ഉണ്ടാക്കുകയായിരിക്കില്ല. problem may be absolutely different. Your giant is not what my giant is. ഞാൻ പ്രതികരിച്ച ആ ഒരു പർവ്വതമായിരിക്കില്ല നിങ്ങളുടെ മുൻപിലുള്ളത്. ഞാൻ കണ്ട ഗോലിയാത്തിനെ അല്ലായിരിക്കും നിങ്ങളുടെ തലമുറയിൽ കാണാൻ പോകുന്ന ഗോലിയാത്ത്. The Goliath, the giant that I saw, may not be the one that you are seeing in your generation. ദാവീദ് കണ്ട ഗോലിയാത്തല്ല ഞാൻ കണ്ട ഗോലിയാത്തല്ല നിങ്ങൾ കാണാൻ പോകുന്ന ഗോലിയാത്ത്. The Goliath that I saw was not the same that David saw. It's not the same that you are going to see. ഒരു കാര്യം പറയാം, ദാവീദിനെ നടത്തിയ ദൈവം, എന്നെ നടത്തിയ ദൈവം നിങ്ങളെയും നടത്തുവാൻ ശക്തനാണ്. But the same God who led David, the same God who is leading me will lead you as well. ഹല്ലേലൂയ. നമ്മൾ മുഴങ്കാലം മടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. When we bow our knees, our Lord will work for us. ഹല്ലേലൂയ. നമ്മൾ മുഴങ്കാലം മടക്കി രഹസ്യത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം അത്ഭുത വാതിലുകൾ തുറക്കാൻ ശക്തനായ ദൈവമാണ്. When we bow and bend our knees, our Lord will open doors from the heavens. എത്ര പേര് ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്യും? How many of you will thank and praise ഇന്ന് പകൽ Lord? ഒരു പുതിയ കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. Let God fill us with a special grace. Hallelujah. May you go out of this place with this new, hallelujah, conviction that I need an infilling so that I will be bold enough to do the proclamation. ഇന്ന് നാം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ദൈവം നമ്മൾ കൃപയാലും ഈ ഒരു പുതിയ ദൃഢനിശ്ചയം
നിശ്ചയത്താലും ദൈവമേ അങ്ങ് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള ആ ഒരു നിശ്ചയത്തോടെ അയക്കട്ടെ. What is the first step? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? What's the first step? പ്രാർത്ഥനയിലേക്ക് പോകാം. Well, let's go into the പ്രാർത്ഥനയിൽ prayer. പോകുമ്പോൾ എന്ത് സംഭവിക്കും? What will happen when we pray? പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ There will be a filling of the Holy Spirit. നിറവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? What will happen when we are filled? നമുക്കൊരു വലിയ ധൈര്യം ദൈവം നമ്മുടെ മേൽ പകരും. God will strengthen and will embolden us. ധൈര്യത്തിന് അനുസരിച്ച് നമ്മൾ കർത്താവിനെ പറ്റി പ്രഖ്യാപിക്കുമ്പോൾ, when we proceed with that strength, when we proclaim the gospel, നാമത്തിൽ കൽപ്പിക്കുമ്പോൾ, when we command in the name of Jesus, കർത്താവ് തന്റെ വചനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളാൽ ഉറപ്പിക്കും. our Lord, he will confirm his words through signs and wonders. കർത്താവ് തന്റെ വചനത്തെ ഉറപ്പിക്കുമ്പോൾ, when he confirm it with through his words, പ്രതികൂലം വന്നേക്കാം, there may be പ്രതിസന്ധി persecution, വന്നേക്കാം, there may be oppression. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്. Even then there is a way in front of us. പ്രാർത്ഥന മുറിയിലേക്ക് പിന്നെയും പോകാം. We have to go to the back to the prayer room. പിന്നെയും ഒരു നിറവുണ്ട്. There is still a infilling there. സംസാരിക്കല്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തിലും പിന്നെയും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ബലപ്പെടുത്തുന്നത് വളരെ വിദ്യാഭ്യാസമല്ല, അത് ആത്മാവിന്റെ നിറവാണെന്ന് പകൽ നാം മനസ്സിലാക്കണം. Even in the front of the people who asked you not to speak, if you are able to open up your mouth and speak, it's not because of your education, but because of the infilling of the Holy Spirit. Hallelujah. Amen. Hallelujah. അതിനു മുമ്പ് ഒരു നിമിഷം, എത്ര പേര് ഇന്ന് രാവിലെ, how many of you will, hallelujah, look unto the Lord, and how many of you will pray, Lord, I need an infilling? എത്ര പേര് ഇന്ന് ദൈവത്തിന്റെ മുഖത്തെ നോക്കി കർത്താവിനോട് ചോദ്യം, കർത്താവേ എനിക്കൊരു നിറവിന്റെ ആവശ്യമുണ്ട്. 20 വർഷം 30 വർഷം 10 വർഷം മുമ്പ് കിട്ടിയ ഫില്ലിംഗ് അല്ല. It's not something which happened in my life in the past 20 years. There are children sitting in front of me, എന്റെ മുൻപിൽ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. and you got a infilling of the Holy Spirit at some point of time. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ That is a ഉണ്ടായിട്ടുണ്ട്. history now. അതൊരു ചരിത്രം ആയി ഇപ്പോൾ. Infilling of the Holy Spirit is not supposed to remain as a history. It is supposed to be an active thing in your life. അതൊരു ചരിത്രമായി നിൽക്കുകയല്ല, ദൈനംദിനമായി നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കേണ്ട ഒരു വിഷയമാണ്. കൃപാവരങ്ങൾ പണ്ട് പ്രാപിച്ച പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽപ്പുണ്ട്. There are people who are here who have received the gifts of the Holy അതൊരു Spirit. ചരിത്രമായി മാറിയെങ്കിൽ, And if that has become a history, പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെയും ദൈവം നമുക്ക് നൽകുന്നത് ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രമായി നമ്മുടെ ജീവിതത്തിൽ ശേഷിപ്പാനല്ല, അത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. the filling of the Holy Spirit and the gift of the Holy Spirit, if that has become a history in our life, ഈ God, ദിവസങ്ങളിൽ ഈ വചനത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. these days let us ponder on ഇനി these ചർച്ചിൽ words. വന്നിട്ട് ചിന്തിക്കാനല്ല, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ധ്യാനങ്ങളിൽ ഈ വചനങ്ങളെ പറ്റി ചിന്തിക്കാം. Not to meditate the next time you come here in church, but in your individual, in your private life, meditate വേണ്ടതുപോലെ it. പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം നൽകുന്നു, പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുക. If you are not able to go to your private prayer life, Holy Spirit is telling you, പ്രാർത്ഥനാ go. മുറിയിൽ ദൈവത്തിന് നിന്നെ നിറയ്ക്കാനുണ്ട്. Enter into your prayer room because God wants to fill you. Yes, this morning, hallelujah, പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്ന ചിലരെ ദൈവത്തിന് നിറയ്ക്കാനുണ്ട്. In the പ്രഭാതത്തിൽ God wants to fill somebody who is willing to go into the prayer നിറവ് room. പ്രാപിച്ച ചിലരെ പുതിയ നിറവോടെ പുതിയ ശക്തിയോടെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാനുണ്ട്. The ones He is going to fill, God wants to raise up for a new purpose. അത്ര ശക്തമായ നിയോഗം എൻ്റെ ഉള്ളത് കൊണ്ടാണ് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഈ ദൂത് ഇവിടെ പ്രസ്താവിക്കുന്നത്. ചില നിറവുകൾ രഹസ്യത്തിൽ നടക്കാൻ പോകുന്നു. ആ നിറവ് ഹല്ലേലൂയ പരസ്യത്തിൽ ഇന്ന് പകൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ അതേ വചനത്തോട് കണക്ട് ചെയ്ത് ഞാൻ പറയുന്നു. ഹല്ലേലൂയ, അത് ചില ദൈവപ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടുവാൻ പോകുന്നു. I have this great compelling to lead you and tell you this message that God is going to fill people who is going to enter into a prayer life. മാറ്റിമറിക്കുന്ന ചില ദൈവപ്രവൃത്തികൾ ചിലരുടെ മേൽ ദൈവം പകരും. God is going to fill you with certain deeds where you are going to change the sinners of the world. അപ്പുറത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തുന്ന ചില ദൈവപ്രവൃത്തികൾ ദൈവം നടത്തും. Certain work of God which is even beyond your thought process. ഹല്ലേലൂയ, തളർന്നിരുന്ന കാലത്തിന് വിരാമം കുറിച്ചിട്ട് ഒരു പുതു ശക്തി ദൈവം നിന്റെ മേൽ പകരും. The times when you are tired and you are ashamed, God is going to fill you new with a new power. ഹല്ലേലൂയ, അലസതയുടെ കാലങ്ങൾക്ക് വിരാമം കുറിച്ചിട്ട് ചില പുതിയ പറക്കുന്ന അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ നയിക്കും. Setting aside the time of laziness, God is going to fill you for boldness to work. Youngsters, young children, listen. You need to seek His face these days. കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മുഖം നാം അന്വേഷിക്കണം. When you seek God's face, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ you are going to receive that infilling. ദൈവത്തിന്റെ മുഖം ആ ഒരു നിറവ് നിങ്ങൾക്ക് ലഭിക്കും. Hallelujah. Let us continue in the presence of the Lord. ദൈവസന്നിധിയിൽ നമുക്ക് തുടരാം.